രാജ്യത്താകമാനമുള്ള സമാന മനസ്കരെ അവിടേക്ക് ക്ഷണിച്ചിരുന്നു. വലിയ ജനക്കൂട്ടം ഒഴുകിയെത്തുന്നു. എന്താണ് ഇപ്പോൾ ജന്തർ മന്ദറിലെ ഒരു സാഹചര്യം? അതോടൊപ്പം സോനം വാങ്ചുക്ക എന്താണ് അറിയിക്കുന്നത്? ഷിഗാസ്, രാജ്യമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ഇപ്പോൾ ഓരോ തെരുവുകളും ഇപ്പോൾ കീഴടക്കിയിരിക്കുകയാണ്. ഇപ്പോഴാണ് ഈ ജന്തർ മന്ദറിലെ അവസ്ഥ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു സമരരോഷം തന്നെയാണ് തെരുവീതികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജന്തർ മന്ദറിലെ വീതികളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ രാത്രി വൈകിയും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ജന്തർ മന്ദറിൽ ഒരു വലിയ പ്രതിഷേധ തീരെ തന്നെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം അത് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇവിടേക്ക് ആളുകൾ എത്താൻ തുടങ്ങിയത്. അങ്ങനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കുന്നു, ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ആശുപത്രിയിൽ നിന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നുള്ള ഭാര്യ ഗീതാഞ്ജലിയുടെ ആവശ്യമെന്ന് ദില്ലി ഹൈക്കോടതി അത് ഇടപെടുകയും ചെയ്തിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭാര്യ ഗീതാഞ്ജലി തന്നെ എക്സിലൂടെ ഒരു കുറിപ്പ് അത് വെച്ചിരിക്കുകയാണത്. ചില ഉപാധികളുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ സോനം വാങ്ചുക്കിനെ സന്ദർശിക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള ഒറ്റ ആവശ്യം അത് അംഗീകരിച്ചാൽ നിരാഹാര സമരം ഇന്ന് അവസാനിപ്പിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സിപിയുടെ വോളണ്ടിയറാണ് ഈ കാണുന്നത്. ഇദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടടക്കം ഇവിടെ നിന്ന് മാറി ആവശ്യപ്പെടുന്ന. കാരണം അത്രമാത്രം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമാത്രം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിലെ വോളണ്ടിയർമാർ ഇതുപോലെ കൈകൾ കോർത്തു പിടിച്ച ഒരു ചെയിൻ തന്നെ രൂപീകരിച്ച് ആളുകളെ കടത്തി വിടാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നു. ഓരോരുത്തരെ വരിവരിയായി നിർത്തി അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. തൊട്ടപ്പുറത്താണ് അഭിജിത് ദീപ്കയുടെ നിരാഹാര സമരമായി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇവിടെയാണ് നിരാഹാര സമരം ഇരിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്ത് SFIയുടെ നിരാഹാര സമര വേദിയുണ്ട്, ASFന്റെ വേദിയുണ്ട്. അങ്ങനെ സമര സംഘർഷഭരിതമായ രാജ്യതലസ്ഥാനമായി ഇപ്പോൾ ഈ രാത്രിയിലും ജന്തർ മന്ദർ മാറുന്നുവെന്നാണ് ഏറ്റവും പ്രധാനം. അല്പസമയത്തിനും തന്നെ പാർലമെന്റ് സമ്മേളനം അത് ആരംഭിക്കും. പാർലമെന്റിലേക്ക് ഒരു പ്രക്ഷോഭമായി പ്രതിഷേധമായി കുറച്ച് മണിക്കൂറുകൾക്കപ്പുറം കടക്കാൻ പോകുന്നു. അപ്പോഴാണ് ഈ രാത്രിയിലും ഒരു പ്രതിഷേധത്തിന്റെ കടലിരമ്പം അത് ജന്തർ മന്ദറിലേക്ക് ആഞ്ഞടിക്കുന്ന സാഹചര്യമുള്ളത്. ഒറ്റ ആവശ്യം മാത്രം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. NTA സുതാര്യമല്ല, നീറ്റ് പരീക്ഷ സുതാര്യമല്ലാതെയാണ് രാജ്യത്ത് നടക്കുന്നത്. അതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ എത്രയും നടപടികൾ സ്വീകരിക്കുക. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തുടങ്ങിയ പ്രതിഷേധം ഒരു മാസം പിന്നിടുന്നു. അപ്പോഴാണ് ജന്തർ മന്ദറിൽ സമരരോഷം അണപൊട്ടിയിരിക്കുന്നത്. നാളെ ഇനി എന്താകുമെന്ന് അറിയില്ല. ഇപ്പോഴും ഈ രാത്രിയിലും ഇത്ര വൈകിയും ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാന ഭേദമന്യേ, ജാതി ഭേദമന്യേ, മതഭേദമന്യേ, നാമഭേദമന്യേ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷിഗാസ്, ശരി, YS അഭിനന്ദാണ് ദില്ലി ജന്തർ മന്ദറിലെ തത്സമയ വിവരങ്ങൾ നൽകിയത്.